സിങ് ട്രേഡേഴ്സിന്റെ വജ്രായുധം ഏതാണെന്നല്ലേ? മൂവിംഗ് ആവറേജ്. അതും വെറും മൂവിംഗ് ആവറേജ് അല്ല, എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്. അതായത് 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്. EMA എന്ന് പറയുന്നത്, അതായത് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന്റെ ഷോർട്ട് ഫോം ആണ് EMA എന്ന് പറയുന്നത്. ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇൻഡിക്കേറ്റർ ഇതുവരെ യൂസ് ചെയ്യാത്തവർ നോക്കുക. എങ്ങനെയാണ് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാം. സ്വിംഗ് ട്രേഡ് ചെയ്യാനായിട്ട് ഒരു സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ട്രേഡ് വ്യൂ ഓപ്പൺ ചെയ്ത് ആ സ്റ്റോക്കിന്റെ ചാർട്ട് ഇടുക. നമുക്ക് എല്ലാവർക്കും പരിചിതമായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചാർട്ടാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. ആൻഡ് സ്വിംഗ് ട്രേഡേഴ്സിന്റെ ടൈം ഫ്രെയിം എത്രയാണ്? യെസ്, അത് ഡെയിലി ടൈം ഫ്രെയിം ആണ്. എപ്പോഴും നിങ്ങൾ ഡെയിലി ഇട്ടിട്ട് വേണം സ്വിംഗ് അനാലിസിസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഡെയിലി ടൈം ഫ്രെയിം ഇട്ടിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് EMA എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ്, മെട്രിക്സ് ആൻഡ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഫോണിലാണെങ്കിൽ FX എന്ന് പറഞ്ഞൊരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങളിത് നോക്കുന്നത് ഡിമാറ്റ് അക്കൗണ്ടിലാണെങ്കിലും അവിടെ FX എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് കിട്ടും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇൻഡിക്കേറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അവിടെ സെർച്ച് ചെയ്യുക, EMA എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ മൂവിംഗ് ആവറേജ് എക്സ്പോണൻഷ്യൽ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ചാർട്ടിലേക്ക് ആഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്. നമ്മുടെ ചാർട്ടിൽ ഒരു ബ്ലൂ ലൈൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആൻഡ് വെറും എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് അല്ല, 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് തന്നെ നിങ്ങൾ ഇടണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഈ ഇൻഡിക്കേറ്ററിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മൗസ് കൊണ്ടുപോകുമ്പോൾ, ഫോണിലാണെങ്കിലും സെയിം തന്നെ, ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഇൻപുട്സിൽ ലെങ്ത്തിൻ്റെ അവിടെ 50 എന്ന് ആഡ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇപ്പം നമുക്ക് 50-ഡേ മൂവിംഗ് ആവറേജ് ഇതിൽ ആഡ് ആയിട്ടുണ്ടാവും. 50-ഡേ മൂവിംഗ് ആവറേജ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കൽ ടൂളാണ്. സാധാരണ മൂവിംഗ് ആവറേജിനെ അപേക്ഷിച്ച് 50-ഡേ മൂവിംഗ് ആവറേജ് റീസെൻ്റ് ആയിട്ട് വന്ന സ്റ്റോക്സിൻ്റെ പ്രൈസിന് മുൻഗണന കൊടുത്താണ് ഇത് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് സാധാരണ മൂവിംഗ് ആവറേജിനേക്കാൾ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. സ്റ്റോക്സിൻ്റെ പെട്ടെന്നുണ്ടാവുന്ന പ്രൈസ് ചേഞ്ച് ഈ EMAയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി സ്വിംഗ് ട്രേഡേഴ്സിന് ഈ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് അഥവാ EMA എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അറിയാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ചാർട്ടിൽ ഈ EMA ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സ്റ്റോക്ക് ഒരു ബുള്ളിഷിലാണോ ബെയറിഷിലാണോ നമുക്ക് കറക്റ്റായിട്ട് ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ഈ ഇൻഡിക്കേറ്റർ പ്രോപ്പറായിട്ടുള്ള എൻട്രി ഓർ എക്സിറ്റ് പോയിന്റ് നമുക്ക് കാണിച്ചു തരും. മൂന്നാമതായിട്ട് റിസ്ക് മാനേജ് ചെയ്യാനും ഈ EMA ഇൻഡിക്കേറ്റർ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ EMA എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് EMA എങ്ങനെ അനാലിസ് ചെയ്യാൻ നോക്കാം. 50-ഡേ മൂവിംഗ് ആവറേജ് സ്വിംഗ് ട്രേഡേഴ്സ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ട്രെൻഡ് കൺഫർമേഷൻ ആണ്. എങ്ങനെ ട്രെൻഡ് കൺഫേം ചെയ്യാം? അതായത് ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് 50-ഡേ മൂവിംഗ് ആവറേജ്, അതായത് ഈ ബ്ലൂ ലൈനിന് മുകളിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ ആ സ്റ്റോക്ക് ഒരു ബുള്ളിഷ് ട്രെൻഡിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ ഒരു സ്റ്റോക്ക് 50-ഡേ മൂവിംഗ് ആവറേജിൻ്റെ താഴത്തേക്ക് വരികയാണെങ്കിൽ ആ സ്റ്റോക്ക് ഒരു ബെയറിഷ് ട്രെൻഡിലാണ് നമുക്ക് മനസ്സിലാക്കാം. ഇതിനെയാണ് നമ്മൾ ട്രെൻഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു സമയത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും 50-ഡേ മൂവിംഗ് ആവറേജിൻ്റെ താഴെയാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ബെയറിഷ് ട്രെൻഡിലാണ്. ഇനി EMA ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി എൻട്രിയും എക്സിറ്റും എടുക്കാമെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, എപ്പോഴും മാർക്കറ്റ് ഒരു EMAയിലേക്ക് അല്ലെങ്കിൽ EMAയുടെ ലൈനിലേക്ക് ഒരു റീട്രേസ്മെൻറ്റ് തരാറുണ്ട്. അതായത് മുകളിൽ പോയി വീണ്ടും EMAയുടെ ലൈൻ സപ്പോർട്ട് എടുത്താണ് മുകളിലോട്ട് പോകുന്നത്. അതായത് EMA എന്ന് പറയുന്നത് സ്റ്റോക്കിന് ഒരു ഡൈനാമിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യും. ഇവിടുത്തെ നോക്കിയാൽ അറിയാം, SBI എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് EMAയ്ക്ക് മുകളിൽ ട്രേഡ് ചെയ്തു. അതിനുശേഷം EMAയിലേക്ക് തിരിച്ച് EMAയിലേക്ക് വന്നു. വീണ്ടും അവിടെ നിന്നൊരു പുൾ ബാക്ക്, അതായത് നമ്മളൊരു ബൗൺസ് ബാക്ക് പോലെ ബോൾ വന്ന് ബൗൺസ് ചെയ്യുന്ന പോലെ EMA ലെവലിലേക്ക് വന്ന് ഒരു ബൗൺസ് ബാക്ക് മാർക്കറ്റിൽ, അതായത് SBI സ്റ്റോക്കിനുണ്ടായി. കണ്ടോ, അവിടെ നിന്ന് ഒരുപാട് മാർക്കറ്റ് മുകളിലോട്ട് പോയി. അതായത് ഇവിടെ നമ്മൾ 615 നമ്മൾ എൻട്രി എടുത്തു. അതിൻ്റെ ഏകദേശം നല്ലൊരു ബൗൺസ് ബാക്ക് നമുക്ക് കിട്ടി. വീണ്ടും മാർക്കറ്റ് ചെറുതായിട്ട് കറക്റ്റ് ചെയ്തു. പക്ഷേ ദിസ് ടൈം EMAയിലേക്ക് വന്നില്ല. വീണ്ടും മാർക്കറ്റ് മുകളിൽ പോയി. വീണ്ടും മാർക്കറ്റ് EMAയിലേക്ക് വന്നു. ദെൻ വീണ്ടും നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അതായത് സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നാൾ ഹോൾഡ് ചെയ്യില്ല. ഒരു 20 to 25% എങ്കിലും, അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 20% കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങും. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാം. ആൻഡ് വീണ്ടും EMAയിലേക്ക് റീട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത എൻട്രി പോകാവുന്നതാണ്. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കും. ഈ EMAയിൽ ബൗൺസ് ബാക്ക് ചെയ്ത് കൊണ്ടിരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെട്ടെന്ന് തന്നെ ഈ EMAയ്ക്ക് താഴെ ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങി. കണ്ടോ, കുറേ നാളായിട്ട് ഇത് താഴെ ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് ഈ ഒരു ലെവല് മാർക്കറ്റ് വിട്ടു പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്ക്വയർ വരച്ച് നമുക്കൊന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം.
50-day മൂവിങ് ആവറേജിൽ ഈ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറേ നാളായിട്ട് കൺസോൾഡേറ്റ് ചെയ്തു ആൻഡ് ആ ഒരു EMA ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോയി എന്നുള്ളതാണ്. ഇനി ഇവിടെ നിങ്ങൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 50-day EMAയിലേക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നപ്പോൾ നിങ്ങൾ എൻട്രി എടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എവിടെ നിങ്ങൾ വെക്കണം? ഈ ഒരു ലൈൻ്റെ താഴെ, അതായത് 50-day EMAയുടെ താഴെ വേണം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. അതായത് EMAയ്ക്ക് താഴെ പോയാൽ നിങ്ങൾ ആ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്തിരിക്കണം. ഇനി 615 ലെവൽ, അതായത് മൺഡേ ജാനുവരി 24 SBI കഴിഞ്ഞ വർഷം 2024 ജനുവരിയിൽ 612 ആയിരുന്നു എൻ്റെ വില. അതിലൊരു എൻട്രി എടുത്ത ഒരാളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു 612 ലെവൽ നിങ്ങൾക്കൊരു 600 റൗണ്ട് ഫിഗർ ആയിട്ട് ഒരു 600 എന്ന രീതിയിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അതിനുശേഷം നമ്മൾ ഓൾറെഡി ഈ ഒരു EMAയുടെ താഴെയാണ് നമ്മുടെ എക്സിറ്റ് ആൻഡ് മാർക്കറ്റ് മുകളിലോട്ട് പോയി. പിന്നെ SBI താഴേക്ക് തിരിച്ചു വന്നിട്ടില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട് എങ്കിൽ ഈ ഒരു ലെവലിലാണ്. പക്ഷെ ഒരു വർഷം, അതായത് ഓൾറെഡി ഇപ്പോൾ ഒരു 1 ഇയർ ആയി, പക്ഷെ അത്രയും നാളും നമ്മൾ എന്തായാലും സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി സ്റ്റോക്ക് ഹോൾഡ് ചെയ്യില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ EMAയുടെ, അതായത് 50-day മൂവിങ് ആവറേജിൻ്റെ താഴെയാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എങ്കിലും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി നിങ്ങൾ ആ ട്രേഡ് എക്സിറ്റ് ആയാലും നിങ്ങൾ പ്രോഫിറ്റിൽ തന്നെയായിരിക്കും. കാരണം എന്താ, ഈ EMA മൂവിങ് ആവറേജ് റീസെൻ്റ്ലി വരുന്ന പ്രൈസ് അനുസരിച്ച് എക്സ്പോണൻഷ്യലി മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കത് ലോസിൽ ഇറങ്ങണ്ട. അതായത് ജനുവരിയിൽ നമ്മൾ എൻട്രി എടുത്തു, ജൂൺ ആയപ്പോഴേക്കും ഒരു 6 months ആയപ്പോഴേക്കും ഇത് ഇറങ്ങിയെന്ന് വിചാരിക്കുക. നമുക്ക് ഏകദേശം 792 രൂപയിൽ നമുക്കത് എക്സിറ്റ് ചെയ്യാം. അപ്പോഴും നമ്മൾ പ്രോഫിറ്റ് തന്നെയായിരിക്കും അത് എക്സിറ്റ് ചെയ്യുന്നത്. അതാണ് EMA ഇട്ട് ചെയ്താലുള്ള നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. EMA ഉപയോഗിച്ചുള്ള എൻട്രി എന്ന് പറയുന്നത് മാർക്കറ്റ് EMAയിലേക്ക് വന്ന് സപ്പോർട്ട് എടുത്ത് ഒരു പുൾ ബാക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൻട്രി എടുക്കാം. ആ EMAയുടെ താഴെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി നിങ്ങളുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് അത് എക്സിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ഉദ്ദേശിച്ച ടാർഗറ്റ് എത്തിയില്ലെങ്കിൽ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. ഈവൻ ആ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോലും നിങ്ങൾക്ക് ലോസിലല്ലാതെ പ്രോഫിറ്റിൽ തന്നെ അത് എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു EMA വൺസ് നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റോക്ക് എടുത്താലും ഈ 50-day മൂവിങ് ആവറേജ് ഇൻഡിക്കേറ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഭാരതി എയർടെൽ എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് ഞാൻ എടുക്കുകയാണ്. കണ്ടോ, 50-day മൂവിങ് ആവറേജിന് മുകളിൽ തന്നെ റീട്രേസ്മെൻ്റ് ഒക്കെ പക്ക SBIയിൽ പോലെ തന്നെ വീണ്ടും 50-day മൂവിങ് ആവറേജിലേക്ക് വരുന്നു, വീണ്ടും പുൾ ബാക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നു ആൻഡ് ആ ഒരു ലെവലിൽ മാർക്കറ്റ് കീപ്പ് ചെയ്ത് മുകളിലോട്ട് പോവാണ്. ആൻഡ് 50-day മൂവിങ് ആവറേജിന് ഒരുപാട് മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു ലെവലിലാണ് 50-day മൂവിങ് ആവറേജ് ഒരുപാട് മുകളിലോട്ട് പോയി. അപ്പോൾ അവിടെ നിന്നൊരു കറക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് മാർക്കറ്റ് 50-day മൂവിങ് ആവറേജിന് വളരെ മുകളിലാണ്. സോ അതുകൊണ്ട് ജസ്റ്റ് ഒരു കറക്ഷൻ EMAയിലേക്ക് റീട്രേസ് ചെയ്യാനുള്ള ചാൻസ് വളരെ ഹൈ ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഈ ഭാരതി എയർടെൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ 50-day മൂവിങ് ആവറേജിൽ കുറേ നാളുകളായിട്ട് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുകയാണെങ്കിൽ, കൺസോൾട്ടേഷൻ ഫേസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒന്നെങ്കിൽ കൺസോൾഡേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് അക്യൂമുലേഷൻ, അതായത് ആ സ്റ്റോക്കിൽ അക്യൂമുലേഷൻ നടക്കുമായിരിക്കും, ബൈയിങ് നടക്കുമായിരിക്കും. അതർവൈസ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇനി ആ കൺസോൾട്ടേഷൻ അക്യൂമുലേഷൻ ആണ് എങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് തരാനുള്ള ചാൻസ് ഹൈ ആണ്. അല്ല ആ ഒരു കൺസോൾട്ടേഷൻ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡ് തരാനുള്ള ചാൻസും ഹൈ ആണ്. അപ്പോൾ കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന അക്യൂമുലേഷൻ ആണോ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മുടെ ന്യൂസസും മാർക്കറ്റിൻ്റെ കണ്ടീഷനൊക്കെ അനുസരിച്ച് നമുക്ക് സിമ്പിളായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാം. എക്സാക്റ്റ് ആയിട്ടല്ലെങ്കിലും നമുക്ക് ഏകദേശം ഒരു 80% ഒരു കൺഫർമേഷൻ എടുക്കാം അക്യൂമുലേഷൻ ആണോ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ തെറ്റായിട്ടുള്ള എൻട്രി എടുത്തുവെങ്കിൽ കറക്റ്റായിട്ട് ഈ ഒരു EMAയുടെ താഴത്തേക്ക് മാർക്കറ്റ് പോയാൽ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്വിംഗ് ട്രേഡേഴ്സിൻ്റെ വളരെ വലിയൊരു വജ്രായുധം തന്നെയാണ് EMA എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ നിങ്ങൾ ഓർക്കുക. ഒന്ന് EMAയിലേക്ക് വരുന്ന പുൾ ബാക്ക്, 2 EMAയിൽ കൺസോൾഡേറ്റ് ചെയ്യുന്ന ഈ 2 കണ്ടീഷനും നോക്കുക. പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് മാത്രം സ്വിംഗ് ട്രേഡ് ചെയ്യുക. ഇനി ഈ EMA ആഡ് ചെയ്ത് നമ്മൾ എൻട്രീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരൊറ്റ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും കൺഫർമേഷൻസ് എടുക്കാൻ സാധിക്കില്ല. ഏറ്റവും മേജർ ഇമ്പോർട്ടൻ്റ് എന്താണ്? വോളിയോ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ EMAയിലേക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും EMAയിലേക്ക് തിരിച്ചു വരുമ്പോൾ താഴെ വോളിയം ഉണ്ടോ എന്ന് കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വോളിയം മാത്രമല്ല, ഒരു റിവേഴ്സൽ ക്യാൻഡിലും കൂടി നിങ്ങൾ നോക്കണം. റിവേഴ്സൽ ക്യാൻഡിൽസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതൊന്ന് പോയി നോക്കുക.
ആൻഡ് റിവേഴ്സൽ ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ നല്ല വോളിയം ഉണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്തിട്ട് വേണം എൻട്രി പോകാനായിട്ട്. അതർവൈസ് നിങ്ങളുടെ എൻട്രി തെറ്റിപ്പോയാലും സ്വിംഗ് ട്രേഡ് ആയതുകൊണ്ട് തന്നെ EMA നമ്മൾ അധികം ചതിക്കില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് മാത്രം നമുക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ കറക്റ്റായിട്ട് റിവേഴ്സൽ ക്യാൻഡിലും വോളിയോ നിങ്ങൾ പക്കയായിട്ട് തന്നെ നോക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് റോങ് എൻട്രീസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ EMA റീട്രേസ്മെന്റ് യൂസ് ചെയ്ത് എൻട്രി എടുത്താൽ ചിലപ്പോൾ ഒരു 3-4 തവണ നിങ്ങളുടെ SL അടിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓവറോൾ നിങ്ങൾക്ക് എന്ത് തന്നെയായിരിക്കും, പ്രോഫിറ്റ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വിംഗ് ചെയ്യാനായിട്ട് വലിയ പ്രയാസമില്ല. ജസ്റ്റ് ഒന്ന് അലേർട്ട് ചെയ്ത് മാത്രം ഇരുന്നാൽ മതി. ആൻഡ് വോളിയം ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. അതിന് വേണ്ടി ഇൻഡിക്കേറ്റേഴ്സിൽ തന്നെ പോവുക, വെറുതെ വോളിയം എന്ന് അടിച്ചു കൊടുക്കുക. ഒരുപാട് വോളിയംസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ വെറും വോളിയം എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് വോളിയം കാണാൻ പറ്റും. മാത്രമല്ല ഈ ഒരു ക്യാൻഡിൽ കൊണ്ടുവച്ച ഇവിടെ പക്കയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഈ ഭാരതി എയർടെല്ല് ഈ ഒരു ക്യാൻഡിൽ ഒരു ഡോജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുരിശ് പോലെ ഇരിക്കുന്ന ഡോജി ക്യാൻഡിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഡോജി ക്യാൻഡിലുമാണ് അതിൽ അത്യാവശ്യം നല്ല വോളിയം കണ്ടത്. താഴത്തെ ഈ ഒരു ബാർ അതർ ബാർസിനെ അപേക്ഷിച്ച് വലിയ ബാറാണ്. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതിൽ വലിയ കാര്യമായിട്ടുള്ള വോളിയം ഇല്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇതിൽ അത്യാവശ്യം നല്ല വോളിയം ഉണ്ട്. ആ ക്യാൻഡിൽ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ കൂടിയാണ്. അങ്ങനെ ഒരു കൺഫർമേഷൻ കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്വിംഗ് ട്രേഡേഴ്സിൽ കിങ് ആവും എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. കാരണം റിവേഴ്സൽ ക്യാൻഡിൽസ് ഒക്കെ ബിഗിനേഴ്സിന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ബിഗിനേഴ്സ് EMA വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഈവൻ അത് റിവേഴ്സൽ ക്യാൻഡിലാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ആണ് ഹൈ എന്ന് പറയുന്നത്. സോ അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 90% കൺഫർമേഷനോട് കൂടി എൻട്രീസ് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് എഫേർട്ട് ഇടുക. ഇങ്ങനെ വോളിയം പ്ലസ് റിവേഴ്സൽ ക്യാൻഡിൽസ് ഉള്ള ആ ഒരു റീട്രേസ്മെൻറ്റുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി പക്ക SLും വയ്ക്കുക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. വളരെ ഈസി മെത്തേഡാണ്, നിങ്ങൾ ഇത് ചെയ്യാതിരിക്കരുത്. ആൻഡ് ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി കൺഫർമേഷൻസ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.